ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ദാ ഒരുപാട് നാളായല്ലേ ഇതുപോലെ വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ. അപ്പോൾ ഇടയ്ക്ക് എന്നെ ഒരു എത്ത വിളിച്ചിരുന്നു. ആ എത്ത വിളിച്ചിട്ട് ഫാത്തിമ യൂസ് ചെയ്യുന്ന മൈക്ക് ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. ഇതാ കണ്ട, ഈ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഈ മൈക്ക് ഭയങ്കര മൈക്കാണെന്ന് ചോദിച്ചാൽ ഇല്ല, സാധാരണ ഒരു മൈക്കാണ്. അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു മൈക്ക് ഇതേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം 2 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സൗണ്ടാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആ ഇത്ത പറഞ്ഞു, ഞാൻ ഒരുപാട് വിഷമത്തിലാണ്, എൻ്റെ മോൻ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പം മോന് നഷ്ടപ്പെട്ടു, അതിന് ശേഷമാണ്. അപ്പോൾ എൻ്റെ വിഷമത്തിലിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അതിൽ നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ടും അവർക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് നല്ലൊരു സമാധാനം കിട്ടണുണ്ട്, ഒരു അവർക്കൊരു നല്ലൊരു ശ്വാസം കിട്ടണുണ്ട് എന്നാണ് അവരുദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഒരാൾക്ക് അതങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ട് പറ്റുന്നത് ചെയ്യാം. അപ്പോൾ അവർ വോയിസ് ഓവർ ഇടാൻ വേണ്ടിയിട്ടാണ് മൈക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വെച്ചാൽ ആവശ്യപ്പെട്ടില്ല, ഏത് ബ്രാൻഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇടാമെന്ന് വിചാരിച്ചു. ഞാനൊരു കണ്ടിന്യൂസ് വ്ളോഗറായിട്ടൊക്കെ വരാനെന്ന് എന്നും തീരുമാനിക്കും. നടക്കില്ല മക്കളെ, അനുവദിക്കില്ല. അങ്ങനെ ഇന്ന് എനിക്ക് പെട്ടെന്ന് ഇരുന്നപ്പോൾ എന്തായാലും കുറേ നാളായില്ലേ ഒരു വീഡിയോ ചെയ്തിട്ട് എന്ന് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. വിടാനും മനസ്സില്ല, സത്യം പറഞ്ഞ് വിടാൻ തീരുമാനിച്ചിട്ടില്ല. യൂട്യൂബ് എന്നും ഇങ്ങനെ തന്നെ മൂവായി പോവും. അതിലിരുന്ന് ഏണിങ്സ് കിട്ടി അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഹൈലി എഫേർട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ ഇവിടെ യൂട്യൂബിൽ നിന്ന് വാരിക്കോരി എടുത്തോണ്ടൊന്നുമല്ല ഇരിക്കുന്നത്. കാണുന്നവരൊക്കെ എൻ്റെ അടുത്ത് അന്വേഷിക്കാറുള്ളത് എന്താണ് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എവിടെ പോയാലും, ഇപ്പോൾ ഫങ്ഷൻസിലെല്ലാം പോയാലും അവരെന്നെ ഇങ്ങനെ നോക്കും. നമുക്കിതിലിരുന്ന് ഒരുപാട് പാഠങ്ങളും കിട്ടും, ഒരുപാട് തിരിച്ചറിവ് വരും. കാര്യം നമ്മൾ ഇങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഒരു അനുഭവം അത് വേറെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ കാണുന്നവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു എൻജോയബിൾ ലൈഫാണ് എന്ന് തോന്നും. എന്തായാലും അതൊന്നും, ആ ഒരു അനുഭവമൊന്നും അവർക്ക് കിട്ടാറില്ല എന്നുള്ളൊരു മനസ്സുഖത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഫേസിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം, കമൻറ്റ് ബിലോ. ഓക്കെ. അപ്പോൾ വേറെന്താണ് വിശേഷം? ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വെറുതെ ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരുന്ന് സംസാരിക്കാൻ തോന്നി. കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, കുറേ നാൾ കൊണ്ട്. ഒരു യാത്ര പോയതിൻ്റെ വീഡിയോ ഉണ്ട്, പിന്നെ ഇങ്ങനെ വേറെ ഇനിയൊരു ഈസി ബിരിയാണിയുടെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു സിമ്പിൾ ബിരിയാണി ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു റെസിപ്പി. അങ്ങനെ ശരിക്കും ഒരു പിസ്സയുടെ റെസിപ്പി 2-3 പ്രാവശ്യം വീണ്ടും വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എടുത്ത് പിന്നെ വീണ്ടും ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഇട്ട്, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ. അപ്പോൾ വീഡിയോ ചെയ്യരുത് എന്നല്ല, വീഡിയോ ചെയ്യണം, പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരി ഇത് വേണ്ട, പിന്നെ നോക്കാം എന്ന് വിചാരിക്കും. എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാണും, അതുകൊണ്ടാണേ. അപ്പോൾ എന്നെ തിരക്കിയിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്താണ് ഫാത്തിമ ഇപ്പോൾ വീഡിയോ ഇടാത്തത്, ഫാത്തിമ കുക്കറി എന്താണ് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്. എവിടെ പോയാലും കുക്കറി വിളി കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. എന്തായാലും ഞാനിപ്പോൾ അറിയുന്നുണ്ട്, കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ വ്യൂവേഴ്സ് ഇല്ലല്ലോ, ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പൊതുവെ എല്ലാ യൂട്യൂബേഴ്സിനും തോന്നാറുണ്ട്. എങ്ങനെയാണ് കുറച്ച് കിട്ടിയാലും നമുക്ക് തൃപ്തിയാവാത്തത്, എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തിയാവില്ല. ഭക്ഷണം ഒഴിച്ച് വേറെ എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല. അപ്പോൾ അത് തന്നെയാണ് യൂട്യൂബിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ എനിക്ക് എവിടെ പോയാലും ആൾക്കാർ ഇടാതിരിക്കുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലമായി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാറേ ഇല്ല. അപ്പോൾ നമ്മളെ ഓർത്തിരുന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്നെ കാണുമ്പോൾ തന്നെ ഒരു യൂട്യൂബർ ആണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളാണ്, വലിയ വ്ളോഗറൊന്നും അല്ല, വലിയ യൂട്യൂബറൊന്നും അല്ല. പക്ഷെ സാധാരണഗതിയിൽ എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്നിപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ലേ, കാണാറൊന്നും ഇല്ലല്ലോ, ഷോർട്സും ഇല്ല, ലോങ് വീഡിയോ ഒന്നും കാണാറില്ല, വിശേഷങ്ങളൊന്നും ഇല്ല, യാത്ര ഒന്നും പോകാറില്ലേ, അവിടെ ഇല്ലേ. ചിലർക്ക് വിചാരം ഞാൻ എന്നും ടൂറിലാണെന്ന്. അതൊക്കെയാണ് അവസ്ഥ.
അപ്പോൾ എന്തായാലും വെറുതെ ഇതിങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു കൊച്ചു റെസിപ്പി ഉണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി ഒരു ഡെസേർട്ടാണ്. ഇതിനു മുമ്പും ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റീകോൾ ചെയ്യാം ആ ഒരു റെസിപ്പീനെ. എന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ എല്ലാവരും കഴിക്കുമ്പോൾ നല്ല അഭിപ്രായമാണ് പറയണത്. അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ വീഡിയോസിൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അവർ കണ്ടിട്ട് ബോറടിച്ചിട്ട് പോണത്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റൈലിൽ ഇടാൻ പറ്റുള്ളൂ, എന്നെ കൊണ്ട് പറ്റുന്നത്. കാര്യം എനിക്ക് ആരും സഹായിച്ചിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്. ഒറ്റയ്ക്ക് എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണതും പിന്നെ അതിൻ്റെതായ എല്ലാ എഫേർട്ടും ഒറ്റയ്ക്കാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ലിമിറ്റേഷനിൽ നിന്നിട്ടാണ് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഒരു ബുദ്ധിയല്ലേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ്, ഒരു സംസാരപ്രിയയാണെന്ന് എന്നെ അറിയണവർക്കൊക്കെ ഒരുപാട് അറിയാം. അപ്പോൾ എൻ്റെ ഫേസിലൊരു പുതിയ മാറ്റമുണ്ട്, കുറേ നാളത്തിന് ശേഷമാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെർമിസ്ലി നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്, വെച്ചാൽ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള വെർമിസ്ലിയാണ്. അതിലേക്ക് കുറച്ച് മെൽറ്റാക്കിയ ബട്ടർ ഇതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാര പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി യോജിച്ചതിന് ശേഷം പാനൊന്ന് തീ കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ഇനി ഗോൾഡൻ ബ്രൗൺ ആവണത് വരെ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു ബേസ് ലെയറും പിന്നെ കോട്ടിങ് മുകളിലത്തെ ഭംഗിയുള്ള ലെയറും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു സൈഡ് റോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വയ്ക്കാം. പിന്നെ മറ്റ് കുറച്ച് പാലും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്, 1 കപ്പ് അളവിൽ. അതിലേക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡർ, കോൺഫ്ലോർ, പഞ്ചസാര പൗഡറും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിച്ചെടുക്കുക. അപ്പോൾ പാല് തിളച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തിളച്ച പാലിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ കസ്റ്റർഡ് പൗഡറാണ്, കുറച്ച് സ്ലോ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെർമസ്ലി ഷുഗർ കോട്ടിങ്ങിൽ നന്നായിട്ടിങ്ങനെ ക്രിസ്പിയായി വരണുണ്ട്. നന്നായിട്ട് മൊരിയണം. ഫ്ലെയിം ഒന്നും കൂട്ടി വെച്ച് കൊടുക്കരുത്. രണ്ടും കൈവിടാതെ ഇളക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും രണ്ടും റെഡിയായി വരട്ടെ. ഇനി ഇത് സെറ്റ് ചെയ്യണതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് രണ്ടടുപ്പിൽ ഇങ്ങനെ പടപട വെക്കുകയാണെങ്കിൽ ടപ്പയെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഡെസേർട്ടാണ് ഇത്. ചൂടോടെ കഴിക്കാനും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല റോസ്റ്റായി കിട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു ടിന്നിൽ ഞാനിത് ചൂടോടെ എടുക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ കസ്റ്റർഡിൻ്റെ ആ ഒരു സംഭവം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്യാം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ 2-3 ലെയറായിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനും ഇതെന്താ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലർക്കെങ്കിലും ഓർമ്മ വന്ന് കാണും, നവാബി സേവ് എന്ന് പറയുന്ന ഈ ഒരു റെസിപ്പിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഇത് മതിയാവും എന്നുള്ളവർക്ക് അതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ ഷാർപ്പായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഡ്രൈ കിവി, പിന്നെ ഫിഗ്, ആൽമൻഡ് ക്രഷ് ചെയ്തത്, പിന്നെ പിസ്റ്റാച്ചിയോ, ഇതൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തതും ക്രഷ് ചെയ്തതും ഒക്കെയാണ് ഇതിൻ്റെ മുകളിൽ. പിന്നെ ബ്ലാക്ക് കറന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് റൈസിൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് എന്നെ ധൃതി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഇറങ്ങുന്നു. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും റെഡിയാവാൻ പോയി. പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡിയാക്കിയതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ചൂടോടി ഞാൻ റെഡിയാക്കി ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കവറിലാക്കി കൊണ്ടുപോയതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ ബൈ.